അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ച ഫോട്ടോയുണ്ടല്ലോ, ഈ ഫോട്ടോയിൽ കാണുന്ന പൊന്നുമോൻ എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതാണ് ഒരു വാഹനാപകടത്തിൽ. പൊന്നുമോൻ്റെ വീട് മരിച്ചത് വാഴത്തൊടി നിസാറിൻ്റെ മകൻ സിദാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു പൊന്നുമോനാണ് മരിച്ചു പോയത്. കക്കുത്ത് സ്വദേശിയാണ്. പടച്ച റബ്ബ് ആ പൊന്നുമോൻ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു തആല കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പൊന്നുമോൻ്റെ മരണ വാർത്ത പറയുമ്പോൾ ഏറെ സങ്കടമുണ്ട്. കാരണം എന്താ പറയുക, നിങ്ങൾ ഈ മരണം ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. എല്ലാ മരണ വാർത്തയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കാറുണ്ട്. ഒരുപാട് നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങളും ചർച്ച നടത്തുമ്പോൾ ഇത്രയ്ക്ക് നമുക്ക് വിഷമം ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ട ഒരു സംഭവമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കണം ഈ ഒരു വിഷയം. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഞാൻ പെരിന്തൽമണ്ണ, എൻ്റെ നാട്ടിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകാൻ ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു. എല്ലാവരും ഓടിക്കൂടുന്ന കണ്ടു. ഒരു കാറ്, എർട്ടിഗയുടെ ഒരു കാറ് ഇങ്ങനെ വരുന്നുണ്ട്. ഈ കാറ് നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നൊരു കുറ്റിയുണ്ട് അവിടെ, കാര്യവട്ടം എന്ന് പറയും, നമ്മുടെ പട്ടിക്കാടൊക്കെ അടുത്ത്. അവിടെ ഈ കുറ്റിക്കിടിച്ച് ഒരു സ്കൂട്ടർ 2-3 മക്കൾ വരുന്നുണ്ട്, അവരെ തെറിപ്പിച്ച്. പടച്ച റബ്ബേ, അത് നിൽക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം എങ്ങനെയൊക്കെയാണ് നഷ്ടപ്പെടുത്തിയിട്ട് ആ വണ്ടിയുടെ ഭാഗങ്ങളൊക്കെ പല ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഒരു മതിലടിച്ച് ആ മതിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് ആ കാറ് നേരെ തിരിഞ്ഞ് അത് റോഡിൻ്റെ നടുവിലേക്ക് വന്നിട്ടുണ്ട്. അത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇടങ്ങേറ് നമ്മുടെ കൽബിനകത്ത് തോന്നുക. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഓടിക്കൂടിയപ്പോൾ ഒരുപാട് മക്കളിങ്ങനെ കിടക്കുന്നുണ്ട്. 2-3-4 മക്കൾ റോട്ടിൽ കിടക്കുന്നുണ്ട്. ഒക്കെ 20, 21, ഒരു 19 ഏജുള്ള കുട്ടികളാണ്. ഈ മക്കളിങ്ങനെ റോഡിൽ കിടക്കുന്നുണ്ട്. കഴിയുന്ന ആളുകൾ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഈ മതിൽ പൊളിഞ്ഞ അപ്പുറത്തെ തൊടുവിൽ നിന്ന്. പടച്ച റബ്ബേ, നോക്കുമ്പോൾ 2 കുട്ടികളുണ്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നു. കണ്ടപ്പോൾ സങ്കടം തോന്നി. എൻ്റെ പ്രിയമുള്ളവരെ, കിടന്നിട്ട് പെടയാണ്. ശരീരത്തിൽ വല്ലാതെ മുറിവും കാര്യങ്ങളും കാണുന്നില്ല. പക്ഷേ എങ്ങനെയെന്നറിയില്ല, കിടന്നിട്ട് അവസാന പെടച്ചിൽ പെടയുന്ന പോലെ ആ പൊന്നുമോനാണ് എൻ്റെ പ്രിയമുള്ളവരെ മരണപ്പെട്ടത്. അല്ലാഹു തആല പൊന്നുമോൻ അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. അല്ലാഹു തആല ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ശമനം കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കാര്യവട്ടം സ്വദേശിയുടെ കല്യാണത്തിന് വേണ്ടി പോയതാണ്. നോക്കൂ നിങ്ങൾ, അവസാനത്തെ ഒരു കല്യാണമാണ്. തൻ്റെ ചങ്ങാതിമാരൊത്ത് തൻ്റെ സുഹൃത്തിൻ്റെ ബന്ധപ്പെട്ടവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് സുഹൃത്തുക്കളൊത്ത് പോയതാണ്. പക്ഷേ വിധി നോക്കൂ നിങ്ങൾ, മരണത്തിലേക്കാണ്. ഇത് മഴക്കാലാണ്. നമ്മുടെ റോഡും നമ്മുടെ പരിസരങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എത്രത്തോളം വെള്ളക്കെട്ടുണ്ട്, എത്രത്തോളമാണ് പിന്നെ അതിൻ്റെ റോഡിൻ്റെ അവസ്ഥ എന്ന്, കുണ്ടും കുഴികളൊക്കെ. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ വാഹനം കൊണ്ടൊക്കെ കയറിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ചില വാഹനങ്ങൾക്ക് ഒന്ന് വെല്ല ചവിട്ടിയാൽ മതി, ഒന്നായിട്ട് അങ്ങോട്ട് അടിച്ചു പോവുകയാണ്, അല്ലേ? ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ ആ പോക്ക്. അങ്ങനെ ഭയങ്കര സ്പീഡിലാണ് അത്ര ഈ വണ്ടി വന്നത്. സ്കൂട്ടിയിലുള്ള കുട്ടിയൊക്കെ എന്തൊക്കെയോ പരിക്കുണ്ട്. കാറിൽ 8 പേരുണ്ടായിരുന്നു. 8 പേർക്കും പരിക്കാണ്. 2 ആൾക്കാർ ഗുരുതരാവസ്ഥയിലാണ്, ICUയിലൊക്കെയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ഏകദേശം നല്ല പരിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ പ്രിയമുള്ളവർ, ഇതാണ് അവസ്ഥ. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ അവർക്കറിയില്ലല്ലോ. പടച്ച റബ്ബേ, ഇന്ന് ഞങ്ങളപ്പം കല്യാണത്തിന് പോന്ന ഒരാൾ ഇന്നില്ല എന്ന് പടച്ചവനെ അവർക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ മാതാപിതാക്കൾ എൻ്റെ മകന് കല്യാണത്തിന് വേണ്ടി കൂട്ടുകാരോടൊപ്പം പോയതാണ്, അല്ലേ? പക്ഷേ തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല. എൻ്റെ പ്രിയമുള്ളവരെ, തിരിച്ചു വരുന്നില്ല. നമ്മളൊക്കെ കലാഭവൻ നവാസിൻ്റെ മരണം നമ്മൾ കണ്ടു. നമ്മളൊക്കെ പറയണം, എന്തൊരു മരണാലേ, പെട്ടെന്നുള്ള മരണാലേ പറഞ്ഞില്ലേ നമ്മൾ പല ആൾക്കാരും. എൻ്റെ പ്രിയമുള്ളവരെ, ഇത്രയുള്ള മനുഷ്യൻ്റെ അവസ്ഥ. അത് അവർക്ക് മാത്രമല്ല ഈ പെട്ടെന്നുള്ള മരണം വരിക, നമുക്കും വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ആൾക്കാരും പറഞ്ഞ സംഭവം പിന്നെ ഈ കലാഭവൻ നവാസ് മരിച്ചത് കണ്ടില്ലേ നിങ്ങൾ? പടച്ച റബ്ബേ, എൻ്റെ പ്രിയമുള്ളവരെ, ആ ഒരു മനുഷ്യന് മാത്രമല്ല അങ്ങനത്തെ മരണം വരുന്നത്. ആ മരണം നമുക്കും അതുപോലെ വരും.
ഭാര്യ സങ്കടത്തിലാണ്, മക്കൾ സങ്കടത്തിലാണ്, കുടുംബങ്ങൾ സങ്കടത്തിലാണ്. ഇന്ന് അവരുടെ പല ഇൻ്റർവ്യൂ കൊടുത്തത് അവരുടെ ജീവിതത്തിൻ്റെ രഹസ്യമായിട്ട് വെച്ചിരുന്ന ഒരുപാട് അനുഭവങ്ങൾ, സന്തോഷമായി വെച്ചിരുന്ന അനുഭവങ്ങളൊക്കെ ഇന്ന് പുറത്തു വരികയാണ്. കുടുംബ സന്തോഷത്തിലാണ്, ആൾക്കാർ സന്തോഷത്തിലാക്കി കേൾക്കുമ്പോൾ. പക്ഷേ മരണ വാർത്ത കേട്ടപ്പോൾ നമ്മളൊക്കെ സങ്കടപ്പെട്ടു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കൂ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മുമ്പിൽ ഇസ്രായേൽ വരുന്നുണ്ട്. ആ പൊന്നുമോൻ്റെ അവസ്ഥയൊന്ന് നോക്കൂ നിങ്ങൾ. ചെറുപ്പമാണ്, ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ. ജീവിതകാലം മുഴുവനും തൻ്റെ ഉമ്മയോടൊപ്പം വാപ്പയോടൊപ്പം ഉണ്ടാകുമെന്ന് അവർ ചിന്തിച്ചതാണ്. കൂടെ പിറപ്പുകൾക്ക് തണിയായിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചാണ്. ഉമ്മയും വാപ്പയും തളരുന്ന സമയത്ത് ഞങ്ങളൊന്ന് പിടിക്കാൻ എൻ്റെ മോൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ്. ഒന്നാലോചിച്ച് നോക്കുന്നു നിങ്ങൾ. ഇന്നാ പൊന്നുമോന് 6 അടി മണ്ണിലാണ്. അല്ലാഹുത്താല പൊന്നുമോനെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, വാഹനമെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ ചിലരല്ല സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്ത് കയറുമ്പോൾ പോലും അത് ചൊല്ലി. അന്നത്തെ വാഹനം അതാണ്. ഇന്ന് നമുക്ക് കാറുണ്ട്, സ്കൂട്ടി ഉണ്ട്, നമുക്ക് ജീപ്പുണ്ട്, നമുക്ക് ബൈക്കുണ്ട്. കയറുമ്പോൾ ചൊല്ലണത് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചോനെ അപകടത്തിൽ പെടുത്തരുത് റബ്ബിനോട് പറയണം. എൻ്റെ പ്രിയമുള്ളവരെ, മരണം ശരിയാണ്, ഏത് സമയത്താണ് വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഏത് പ്രായത്തിലാണ് വരിക എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനത്തെ മരണമൊക്കെ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാണ്ടായിരുന്നു. ഇതൊക്കെ പടച്ചോനെ എൻ്റെ മുമ്പിലും വരും, ഞാൻ എപ്പോഴും മരിക്കും എന്നുള്ളൊരു ബോധം എൻ്റെ നിങ്ങളുടെയൊക്കെ കൽബിനകത്ത് ഉണ്ടാവണം. റബ്ബ് നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ആ പൊന്നുമോനെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗമാക്കി കൊടുക്കട്ടെ. കണ്ണുകൊണ്ട് അപകടം കണ്ടപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ താങ്ങാൻ കഴിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ആലോചിച്ചു പോയി, പടച്ച റബ്ബേ, എൻ്റെയൊക്കെ മുമ്പിലൂടെ ഇപ്പം നമ്മുടെ ഈ ചാനൽ, നമ്മുടെ ഈ ഒരു ക്ലാസ്സൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് മക്കൾ പരിശ്രമിക്കുന്നുണ്ട്. അവരൊക്കെ 20, 19, 18 വയസ്സായ മക്കളാണ്. ഞാനൊക്കെ എവിടേക്ക് വിളിച്ചാലും ഓടിയെത്തും ആ മക്കൾ. എന്ത് കാര്യത്തിനെ വിളിച്ചാലും ഓടിയെത്തുന്ന മക്കളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അവരൊക്കെ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു പ്രായത്തിൽ കാണുന്ന കുട്ടികളെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആ മക്കളെയാണ് ഓർമ്മ വന്നത്. അല്ലാഹു തആല ആ മക്കൾക്ക് അല്ലാഹു ഖൈറ് കൊടുക്കട്ടെ. റബ്ബ് ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കൾ അല്ലാഹു തആല അവരെ ദീനിൻ്റെ വഴിയിൽ അല്ലാഹു തആല നടത്തട്ടെ. ഹറാമായ ചിന്ത, ഹറാമായ പ്രവർത്തനം, കൂട്ടുകെട്ടിൽ നിന്നൊക്കെ അല്ലാഹു തആല അവരെ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. മരിച്ചുപോയ സിദാൻ എന്ന് പറയുന്ന പൊന്നുപോൻ അല്ലാഹു സ്വർഗം നൽകട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആ കൂട്ടുകാരൊക്കെ എൻ്റെ പ്രിയമുള്ളവർ അത്രത്തോളം വിഷമം അനുഭവിക്കുന്നുണ്ടാവുന്നു. അവർക്കൊക്കെ അല്ലാഹു സമാധാനം കൊടുക്കട്ടെ, മാതാപിതാക്കൾക്ക് ശമനം കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ. പകരം അതിനേക്കാളും ഖൈർ അല്ലാഹു തആല കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.